കൊണ്ട് ഇടതുപക്ഷത്തിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ CPIMന്റെ സീറ്റ് ഇത്തവണ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകി എന്നുള്ളതാണ്. അതേസമയം CPIയിലേക്ക് എത്തുമ്പോൾ കാനം രാജേന്ദ്രന്റെ കാലശേഷവും CPIയിൽ കാനം ഗ്രൂപ്പിന്റെ ആധിപത്യം തുടരുന്നു എന്നതാണ്. കാനത്തിന്റെ പകരക്കാരനായി ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ബിനോയ് വിശ്വം എത്തി എന്നതാണ് ആകെയുള്ള മാറ്റം. ഇന്നലെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രകടമായത് ഇതായിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ കാനം അനുയായികൾ ആയ യുവനേതാക്കൾ ഒന്നിക്കുകയാണ് ചെയ്തത്. വലിയ തർക്കത്തിന് ശേഷമായിരുന്നു PP സുനീറിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, കേഡർ സംവിധാനത്തിലൊക്കെ പോകുന്ന പാർട്ടികൾ ആണ് CPIയും CPIMും ഒക്കെ എന്ന് പറയുമ്പോൾ പോലും അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അപ്രമാദിത്വം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാനം വന്നതിന് ശേഷം കാനത്തെ അനുകൂലിക്കുന്നവർക്കും ഒപ്പം നിൽക്കുന്നവർക്കും മാത്രമേ ഇടമുള്ളൂ എന്ന വിമർശനമുണ്ടാകുന്നു. അത്തരം വിമർശനങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഇസ്മായിലൊക്കെ അത് പരസ്യമായി പറഞ്ഞിട്ടും ഉള്ളതാണ്. K ഇസ്മായിലിനെ പോലെയുള്ള നേതാക്കൾ ഇപ്പോഴിതാ ഈ രാജ്യസഭാ സീറ്റിലേക്കുള്ള നോമിനിയുടെ പേര് ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ പ്രകാശ് ബാബുവിനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിനെ മാറ്റി നിർത്താൻ ആ വിഭാഗത്തിന് സാധിക്കുന്നു. എന്താണ് CPIയിൽ ഇപ്പോഴും നടക്കുന്നത്? അഭിലാഷ്, കാനം രാജേന്ദ്രന്റെ അവസാന ടേമുകളിൽ പൂർണ്ണമായും CPI അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള ആളുകൾ മാത്രം പ്രധാന പദവികളിലേക്ക് എത്തുന്നു. പൂർണ്ണമായും തീരുമാനങ്ങൾ കാനം രാജേന്ദ്രൻ നിശ്ചയിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തൊപ്പമുള്ള നിശ്ചയിക്കുന്നതനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ കാനത്തിന്റെ നിര്യാണത്തിന് ശേഷം ബിനോയ് വിശ്വം അപ്രതീക്ഷിതമായാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി. അന്നും പ്രകാശ് ബാബുവിന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടത്. പക്ഷേ കാനത്തിന്റെ കൂടി താല്പര്യമനുസരിച്ചുകൊണ്ട് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കി തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷവും ആ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഒട്ടും മാറ്റം വന്നിട്ടില്ല. ആകെ ഉണ്ടായ മാറ്റം കാനത്തിനു പകരം കാനത്തിന്റെ സ്ഥാനത്ത്, അത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്താകട്ടെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാകട്ടെ, ബിനോയ് വിശ്വം വന്നു എന്നുള്ളത് മാത്രമാണ് CPIയിലെ ഇപ്പോൾ ഉള്ള ഒരു മാറ്റം. മറിച്ച് ബാക്കി എല്ലാവരും, അതായത് K രാജൻ, മന്ത്രിമാരായ K രാജൻ, P പ്രസാദ്, അതുപോലെ തന്നെ PP സുനീർ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ രാജ്യസഭാ അംഗമാണ്. ഈ 4 ആളുകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും കാനം അനുകൂലികൾ തന്നെയാണ് ഇപ്പോഴും CPI എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഈ രാജ്യസഭാ സ്ഥാനാർത്ഥി ചർച്ചകൾ വന്നപ്പോൾ ആദ്യഘട്ടം മുതൽ ഉയർന്നു കേട്ട പേര്, പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം മുന്നോട്ട് വച്ച പേര് K പ്രകാശ് ബാബുവിന്റേതായിരുന്നു. നിയമസഭാംഗം എന്നതിൽ നല്ല മികച്ച നിയമസഭാ സാമാജികൻ എന്ന് പേരുകെട്ട ആളാണ്. കഴിഞ്ഞ കുറെ നാൾ അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ഇല്ല. അദ്ദേഹത്തെ നേരത്തെ 2 തവണ രാജ്യസഭയിലേക്ക് അയക്കാൻ CPI ആലോചിച്ചതുമാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ പേര് സജീവമായി തന്നെ വന്നപ്പോൾ അവസാന ഘട്ടത്തിൽ PP സുനീർ എന്ന CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയെ അവിടേക്ക് നിയോഗിക്കാൻ CPI തീരുമാനമെടുക്കുകയായിരുന്നു. ബിനോയ് വിശ്വമാണ് ആ പേര് സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ പ്രകാശ് ബാബുവിന്റെ പേര് മുല്ലക്കര രത്നാകരൻ പറയുകയും പിന്നീട് N രാജനും അതുപോലെ തന്നെ GR അനിലും ഒക്കെ ആ പേര് സപ്പോർട്ട് E ചന്ദ്രശേഖരനും ഒക്കെ പേര് പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ അതിനിടയിലാണ് ബിനോയ് വിശ്വം ഈ പേര് PP സുനീർ എന്ന പേരിലേക്ക് എത്തിയത്. അദ്ദേഹം പാർലമെന്ററി രംഗത്ത് ഇതുവരെ അവസരം കിട്ടാത്തയാളെന്ന നിലയിലും ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലും സുനീർ പോകട്ടെ പാർലമെന്റിലേക്ക് എന്നൊരു നിർദ്ദേശം ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കുകയും കാനം അനുകൂലികളായ നേതാക്കൾ ഒരുമിച്ച് ആ പേരിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെയാണ് പ്രകാശ് ബാബുവിനെ വീണ്ടും ഒഴിവാക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. പ്രകാശ് ബാബുവിനെ മനഃപൂർവ്വം ഈ പാർട്ടിയിലെ കാനം ഗ്രൂപ്പുകാർ ഒഴിവാക്കിയെന്ന ഒരു വലിയ വികാരം മറ്റ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. പ്രകാശ് ബാബുവിനെ വീണ്ടും വെട്ടുകയായിരുന്ന ഒരു വികാരമുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യമായ അതിർത്തിയെ വളർന്ന് ഈ ഇപ്പോഴത്തെ ശാക്തിക ചേരിയെ ബലാബലത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തിയൊന്നും എതിർവിഭാഗത്തില്ല എന്നുള്ളതാണ് പ്രസക്തി. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കാനം രാജേന്ദ്രൻ ഉള്ള സമയത്തുള്ളതുപോലെ തന്നെ ആ ഗ്രൂപ്പ് ഇപ്പോഴും പൂർണ്ണമായും അല്ലെങ്കിൽ പാർട്ടി പൂർണ്ണമായും ആ പക്ഷത്തിന്റെ കയ്യിൽ തന്നെ എന്ന് പറയാൻ കാരണം. അതായത് അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും അത് പരസ്യമായി പ്രകടമാക്കപ്പെടുവാനുള്ള സാധ്യത കുറവാണല്ലേ? കമ്മിറ്റികളിൽ ചിലപ്പോഴൊക്കെ സംസ്ഥാന കൌൺസിലിലൊക്കെ അത്തരം വിമർശനങ്ങളൊക്കെ വരുന്നതിനപ്പുറത്തേക്ക് ഈ ഇപ്പോഴത്തെ ഒരു ബലാബലം മറികടന്ന് ഏതെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ K ഇസ്മായിലും കാനവുമായിരുന്നു 2 ചേരികളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കുറെ നാൾ CPIയിൽ നയിച്ചത്. അതിൽ പതിയെ ഇസ്മായിലിന്റെ സ്വാധീനം കുറയുകയും കാനം സമഗ്ര ആധിപത്യം CPIയിൽ ഉണ്ടാക്കുകയും. ഇപ്പോൾ ഇസ്മായിൽ സംസ്ഥാന കൌൺസിലിൽ നിന്ന് എക്സിക്യൂട്ടീവിൽ നിന്നൊക്കെ പുറത്തായി സംസ്ഥാന കൌൺസിലിൽ നിന്ന് കൂടി പ്രായപരിധി നിബന്ധനയെ തുടർന്ന് പുറത്തായ ശേഷം അത്തരത്തിലൊരു പക്ഷം അവിടെ ഇല്ലാത്ത അവസ്ഥയുണ്ട്. പൂർണ്ണമായും ഔദ്യോഗിക പക്ഷം എന്നൊരു കാര്യങ്ങൾ പോവുകയാണ്. എക്സിക്യൂട്ടീവിൽ നിന്ന് നേരത്തെ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയ പന്ന്യൻ രവീന്ദ്രനെയും സീതകുമാരനെയും K ഇസ്മായിലിനെയും ഒക്കെ സംസ്ഥാന കൌൺസിൽ നേതാക്കളായെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് നേരത്തെ കേന്ദ്ര നിർദ്ദേശമുണ്ട്. അതിൽ പന്ന്യൻ രവീന്ദ്രനെ മാത്രമാണ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടുത്തിയത്. K ഇസ്മായിലിനെ ഇപ്പോഴും പുറത്തു നിർത്തിയിരിക്കുകയാണ്. അതുതന്നെ ആ ഗ്രൂപ്പിലെ എത്രത്തോളം
ആധിപത്യം പാർട്ടിയിലുണ്ട് എന്നതിന്റെ തെളിവാണ്. വലിയ അമർഷം അതിൽ പല നേതാക്കൾക്കും ഉണ്ടെങ്കിലും അവർക്കത് പ്രകടിപ്പിച്ചാലും അതിന് ഫലമുണ്ടാകാത്ത ഒരു അവസ്ഥയാണ് CPI പൊതുവിൽ ഉള്ളത്. ഇന്നലെ കെ പ്രകാശ് ബാബുവിനെ വെട്ടി PP സുധീരനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തതോടുകൂടി ഈ ഒരു അപ്രമാദിത്യം ഒന്നുകൂടി വ്യക്തമാവുകയാണ് CPI. റൈറ്റ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. ഒരു